ചങ്ങനാശ്ശേരി പുഴവാത് അധികം ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്. ഇത് അവിടുത്തെ സന്താനഗോപാല വൈകുണ്ഠേശ്വര ക്ഷേത്രമാണ്. കൊട്ടാരത്തിലെ പ്രത്യേക പൂജാവിധികൾക്കായിരുന്നു ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ചങ്ങനാശ്ശേരിയിലെ മതമൈത്രിയും ചന്ദനക്കുട ഘോഷയാത്രയും വളരെ പ്രസിദ്ധമാണല്ലോ. അതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന 3 ആരാധനാലയങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കാവിൽ ഭഗവതി ക്ഷേത്രമാണ്. എല്ലാ മതങ്ങളോടും വളരെ ഉദാരമായ സമീപനം പുലർത്തിയിരുന്ന രാജാവ് എല്ലാ മതവിഭാഗങ്ങൾക്കും ഉള്ള ആരാധനാലയം പണിയുന്നതിനുള്ള സ്ഥലം അനുവദിച്ചു കൊടുത്തു. രാജഭരണകാലത്ത് തുടങ്ങി വെച്ചതെങ്കിലും ഇപ്പോഴും പ്രസിദ്ധമായ ചന്ദനക്കുടം ഘോഷയാത്രയിൽ ഈ 3 ആരാധനാലയങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നു. ചങ്ങനാശ്ശേരി കൊട്ടാരത്തിലെ രാജരാജവർമ്മ തമ്പുരാൻ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും ലക്ഷ്മിബായിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയും ഇവിടെ ലക്ഷ്മീപുരം പാലസ് എന്ന് പറയുന്ന ഒരു കൊട്ടാരം തന്നെ നിർമ്മിക്കുകയും ചെയ്തു. കൊട്ടാരത്തിൻ്റെ അവകാശികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലോട്ട് ചേക്കേറിയപ്പോൾ ചില പഴയ കെട്ടിടങ്ങളും അനേകം പുതിയ കെട്ടിടങ്ങളുമാണ് ആ സ്ഥാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം ലക്ഷ്മീപുരം പാലസിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇവിടെ വളരെ പ്രായം ചെന്ന ഒരു കൊട്ടാരത്തിലെ പ്രതിനിധി താമസിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ള മുസ്ലിം പള്ളി. ചരിത്രത്തിൽ പ്രാധാന്യമുണ്ടായിരുന്ന എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് ഇനി നമ്മൾ കാണുന്നത്. ചിത്രക്കടവ് എന്നുള്ള ഒരു കുളമാണിത്. രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു തുരങ്കം ഈ കുളത്തിനടിയിൽ വന്നു ചേരുന്നുണ്ടെന്നും അത് ഇപ്പോൾ അടച്ച നിലയിലാണെന്നും നമ്മളോട് ഇവിടുത്തെ വഴികാട്ടിയായിട്ടുള്ള വ്യക്തി പറയുകയുണ്ടായി. ഇത് ചിത്രക്കടവിൽ തന്നെയുള്ള മഹാദേവ ക്ഷേത്രമാണ്. മതമൈത്രിയുടെ മറ്റൊരു അടയാളമായ കത്തീഡ്രൽ പള്ളിയാണിത്. ചങ്ങഴി ഒരു നാഴിയിൽ നെല്ലളന്ന് തിട്ടപ്പെടുത്തി സ്ഥലം കൊടുത്തതിനാലാണ് ചങ്ങനാശ്ശേരി എന്ന പേര് വന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. കൂടാതെ ചങ്ങനാശ്ശേരിയുടെ അടുത്തുള്ള തെങ്ങണ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെടുത്തി തെങ്ങണാശ്ശേരിയാണ് പിന്നീട് ചങ്ങനാശ്ശേരി ആയതെന്നും പറയപ്പെടുന്നു. വളരെ പുരാതനമായ ഒരു കുരിശടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പള്ളിയുടെ പിന്നിലായിട്ട് പഴയ ഒരു പള്ളി നിലനിർത്തിയിട്ടുണ്ട്. ഇതാണ് പുത്തൂർ പള്ളി ജുമാ മസ്ജിദിൻ്റെ കവാടം. ഇവിടെ നിന്നാണ് ചന്ദനത്തിൽ പൊതിഞ്ഞ നാണയങ്ങൾ അടങ്ങുന്ന കുടം വഹിച്ചുകൊണ്ടുള്ള ചന്ദനക്കുട ഘോഷയാത്ര ആരംഭിക്കുന്നത്. കാവിൽ ഭഗവതി ക്ഷേത്രത്തിലും കത്തീഡ്രൽ പള്ളിയിലും ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് വളരെ ഗംഭീര സ്വീകരണമാണ് നൽകുന്നത്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന പോലെ ട്രഷറിയിൽ നിന്നും ഇപ്പോഴും ഘോഷയാത്രകൾക്ക് കീഴ്പ്പണം നൽകുന്ന ആചാരം ഇപ്പോഴും തുടർന്നു വരുന്നു. ഡിസംബർ 25, 26 തീയതികളിലാണ് ഘോഷയാത്ര സാധാരണ സംഘടിപ്പിക്കുന്നത്.